നമുക്ക് വായിക്കാം. നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. മതി. സ്തോത്രം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ ഓർപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ. ഒന്ന്, അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. സ്തോത്രം. ഈ 11-ാം അധ്യായം കഴിഞ്ഞ് 12-ലേക്ക് കയറുമ്പോഴാണ് ഈ സാക്ഷികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 11-ാം അധ്യായം മുഴുവൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ 11-ാം അധ്യായം മാത്രമേ ഉള്ളെങ്കിലും, വേദപുസ്തകത്തിൽ ഈ 11-ാം അധ്യായം മാത്രമേ ഉള്ളെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള സകല കാര്യവും ഈ 11-ാമത്തെ അധ്യായത്തിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് വിശ്വാസത്താൽ ആരംഭിക്കുകയാണ്. വിശ്വാസം എന്നതോ എന്ന് നമുക്കെല്ലാം അറിയാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടെങ്കിലും നമ്മളുമായിട്ട് അതിനുള്ള ബന്ധം ചില സമയങ്ങളിൽ വളരെ കുറവാണ്. ഇങ്ങനെ വിശ്വാസത്തിന്റെ വീരന്മാരെ കുറിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇത്ര വലിയ സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം ഹല്ലേലൂയ നമുക്ക് ചുറ്റും നിൽക്കുക. നമുക്ക് മുൻപേ കടന്നുപോയി വിശ്വാസത്തിന് വേണ്ടി പോരാടി മരിച്ച സ്തോത്രം ഒരു വലിയ കൂട്ടം വിശുദ്ധന്മാർ ഹല്ലേലൂയ അദൃശ്യമായ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാണപ്പെടുന്ന ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് സാക്ഷികൾ, ഒരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. കാണപ്പെടാത്ത അദൃശ്യ ലോകത്തിൽ നമുക്ക് മുൻപേ ഓടി മൺമറഞ്ഞ് വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത വിശുദ്ധന്മാരുടെ ഒരു വലിയ കൂട്ടം നമ്മളെ കാത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചരിത്രവും ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഇവര് നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് സകല ഭാരവും വിടേണ്ട കാര്യങ്ങള് ദൈവമക്കൾ വിശ്വാസ ജീവിതത്തില് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ നമ്മള് എല്ലാം കൊണ്ട് നമുക്ക് വാരി പിടിച്ചോണ്ട് ഓടാൻ ഒക്കെയില്ല. നമ്മളൊരു ഓട്ടക്കളത്തിൽ നിൽക്കുകയാണ്. ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഹല്ലേലൂയ അതിന് നമ്മൾ പാലിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിടേണ്ട പല കാര്യങ്ങളും വിടണം. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഒന്നാമത് ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടക്കളത്തിൽ ഓടി വിജയത്തിന്റെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ ദൈവമക്കൾ ഒന്നാമത് അവരുടെ സകല ഭാരവും തീരണം, വിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാരം വിടുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഇല്ല. നമ്മൾ എത്ര പ്രാവശ്യം വിട്ടാൽ ഈ ഭാരം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യില്ല. പലവിധ ഭാരങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ പറയാനായിട്ട് സമയമില്ല. സ്തോത്രം. ഒരുപാട് ഭാരം, ഉപജീവന ചിന്തകള്, ഉപജീവനത്തെ കുറിച്ചുള്ള ചിന്തകൾ, നാളെ കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെ ഭാരം ഒരുപാടുണ്ട്. ആര് പറഞ്ഞാലും ഈ ഭാരം എന്ത് ചെയ്യില്ല. നമ്മൾ ഈ ഞായറാഴ്ച തൊട്ട് വന്നിരുന്ന വചനമെല്ലാം കേട്ട് വളരെ സന്തോഷമായിട്ട് ഹല്ലേലൂയ പറഞ്ഞേച്ച് പോകുന്ന ദൈവമക്കൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ എല്ലാവരും നല്ല ഉഷാറാ. ഇവിടെ ഇറങ്ങി കഴിയുമ്പോ ഭാരം എന്താ കാര്യം എന്നറിയാമോ? ഈ ഭാരം നമ്മൾ വിട്ടിട്ടില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കുന്നവനാണ്. സ്തോത്രം.
നമ്മുടെ കർത്താവ് ഭാരം ചുമക്കുന്നവനായി നമുക്കുള്ളപ്പോൾ ഈ ഭാരം നമ്മൾ വിട്ടെങ്കിലേ ഓട്ടക്കളത്തിൽ നമുക്കൊന്ന് ഓടി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് സകല ഭാരവും വിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുതിരവണ്ടിക്കാരൻ പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് പോവുകയാണ്. അവന് സാധനമൊക്കെ ഇറക്കിയിട്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു വലിയ ചുമടുമായി ഒരു മനുഷ്യൻ ഈ വണ്ടിക്കാരനോട് ചോദിച്ചു, എന്നെ കൂടെ പട്ടണത്തിലേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, വണ്ടി വെറുതെ പോയല്ലോ, കയറിക്കോളാൻ പറഞ്ഞു. ഇയാൾ കുതിരവണ്ടിയാ കയറി സുഖമായിട്ട് എന്ത് ചെയ്യുക, വണ്ടിക്കാരനെ കുതിരയെ അടിച്ച് പായിച്ച് വണ്ടി വിടുക. കുറെ നേരമായിട്ട് ഇയാളുടെ യാതൊരു അനക്കോ ഇല്ല. പുറകെ കയറി ആളിന്റെ അനക്കമൊന്നും ഇല്ല. കുതിരവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്തോന്നറിയാമോ, ഈ ഭാരവും ചുമന്നുകൊണ്ട് പുള്ളി വണ്ടിയാൽ ഇരിക്കുക. കുതിരവണ്ടിയാൽ എന്ത് ചെയ്യുക, ഈ വലിയ കെട്ട് നടന്നു വന്നപ്പോൾ ഉള്ള ആ കെട്ട് ഇപ്പോഴും പുള്ളിയുടെ തലയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതെന്തോ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ഭാരം, ഇത് താത്തു വെക്കരുതോ, നിങ്ങൾക്കൊരു ഭാരം ഉണ്ടായിരുന്നെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യുക, അത് എന്റെ തലയിൽ തന്നെ. എടാ, കുതിരവണ്ടിയെ കയറി ഇരിക്കുന്നവൻ വണ്ടിക്കാരന് ഭാരം വരരുതെന്ന് വിചാരിച്ച് ആ ഭാരം പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചുമന്നുകൊണ്ടിരിക്കുന്നത് പോലെ വിശ്വാസികളായ നമ്മുടെ ഭാരം ചുമക്കുന്ന, ആമേൻ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ സകലവും നിർവഹിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഈ ഭാരം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാരം എന്റെ മേലിടുക. കർത്താവ് പറഞ്ഞു, നിന്റെ ഭാരം ആമേൻ യഹോവയുടെ മേലിടുക, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്റെ നിങ്ങളുടെ ഭാരം വഹിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ, ആമേൻ, നമുക്ക് വഹിക്കാൻ കഴിയാത്ത കടഭാരങ്ങൾ, നമുക്ക് വഹിക്കാൻ കഴിയാത്ത വേദനകൾ, ഇതെല്ലാം ചുമന്നൊഴിക്കാമെന്ന് വാക്ക് പറഞ്ഞ് ആമേൻ നമ്മളെ വിളിച്ച കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഈ ഭാരം അവന്റെ മേലിട്. ഇന്ന് രാത്രി ഏത് ഭാരമാണ് നമ്മളെ ആമേൻ കൂടുതലായിട്ട് പ്രയാസപ്പെടുത്തുന്നത്? നമ്മുടെ സാമ്പത്തികമായ ഭാരമാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അത് ചുമക്കുന്ന ഒരുവൻ നമ്മുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ രോഗത്തിന്റെ വിഷയമാണോ? ആ ഭാരവും ചുമക്കുവാൻ കഴിയുന്ന ഒരുവൻ ഹല്ലേലൂയ നമ്മുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പൊ ഭാരം ചുമക്കാൻ നമുക്കൊരാളുള്ളപ്പോൾ നമ്മൾ ഈ ഭാരം എന്ത് ചെയ്യണം? വിട്ടുകളയണം. ഹല്ലേലൂയ. അത് വിട്ടുകളയണം. വിശ്വാസ ജീവിതത്തിൽ നമുക്കൊന്ന് കുതിച്ചു മുന്നേറാൻ കഴിയാത്തതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? ഈ ഭാരം പിടിച്ചോണ്ട. ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ആളുകള് എത്ര തണുപ്പ് സമയമാണെന്ന് പറഞ്ഞാലും ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഓടുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒളിമ്പിക്സിൽ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഓട്ടത്തില് വലിയ ജാക്കറ്റും പിന്നെ വലിയ നീളക്കുപ്പായം ഇട്ടുകൊണ്ട് ആരെങ്കിലും ഓടുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. തണുപ്പ് എത്രയാണേലും അവിടെ ഒരു പ്രമാണമുണ്ട്. നീ എത്ര ഉന്നതനാണേലും എത്ര തണുപ്പുണ്ടേലും നിനക്ക് ഓടണമെങ്കിൽ ഈ വസ്ത്രവും കൊണ്ട് പറ്റുകയില്ല. അവര് ഹല്ലേലൂയ പറഞ്ഞിട്ടുള്ള ആ ക്രമീകരണം അനുസരിച്ചുള്ളത് ധരിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നിന്നെ വിളിച്ചപ്പോൾ ആദ്യം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ ഭാരമെല്ലാം ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞ ഇങ്ങോട്ട് വിളിച്ചത്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞേച്ച് നമ്മൾ പിന്നെ എന്ത് ചെയ്യണ്ട? നമ്മുടെ ഭാരം ചുമക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നമ്മളെ അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ നീളത്തോട് വല്ലതും കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് സമയം ഇരുന്ന് ഭാരപ്പെട്ടു. എന്നാ പോട്ടെ, ഒരു 2 സെന്റിമീറ്റർ നീളം കൂട്ടുകാരുന്നെങ്കിൽ നമ്മൾ ഭാരപ്പെട്ടത് കൊണ്ട് വല്ല ഒരു പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ. ഇതൊന്നും നടക്കുകയില്ല. ഭാരപ്പെട്ടത് കൊണ്ട് നിന്റെ ആരോഗ്യം ക്ഷയിക്കും, നിന്റെ മനസ്സ് തളരും, കുടുംബത്തിലെ ജോലി കാര്യങ്ങളിൽ നിനക്ക് അശ്രദ്ധ ഉണ്ടാകും, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ സകല ഭാരങ്ങളും നമ്മുടെ കർത്താവിന്റെ മേലിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് ആലോചന തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, സകല ഭാരവും വിട്. സ്വന്തം ഹല്ലേലൂയ.
നമ്മളെ വഹിക്കാൻ കഴിയുന്ന കർത്താവ് പറയാണ്. ആമേൻ. നമ്മുടെ ഭാരം ചുമക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ആമേൻ, സകല ഭാരവും മുറുകെ പറ്റുന്ന, അങ്ങനെയുണ്ട്, മുറുകെ പറ്റുന്ന പാപമുണ്ട്, മുറുകെ പറ്റുന്ന പാപമുണ്ട്. ചില കാര്യങ്ങൾ ചിലർക്ക് വിടാനായിട്ട് വലിയ പ്രയാസമാണ്. പണ്ടൊരാള് സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഒരു കൈ വെള്ളത്തിന്റെ മുകളിൽ വെച്ചിരിക്കുക. ഉപദേശിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുക. അവനെ കൈ എന്ത് ചെയ്താലും എന്ത് ചെയ്യുന്നില്ല, താഴുകയില്ല. നീ എന്തിനാണ് ഈ ഒരു കൈ വെള്ളത്തിന്റെ മുകളിൽ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്? എന്റെ മാസ്റ്ററെ, എനിക്ക് ഒരുത്തരുടെ ഒരെണ്ണം കൂടെ കൊടുക്കാനുണ്ട് അവന് എന്നെ. അതുകൊണ്ട് ഞാനും രണ്ട് കൈയും കൂടെ താത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റവനിട്ട് എന്ത് ചെയ്യാൻ നോക്കിയില്ല, അടിക്കാൻ നോക്കിയില്ല. അതുകൊണ്ട് അവനിട്ട് ഒന്ന് കൊടുത്തേച്ച് മാത്രമേ എന്ത് ചെയ്യാൻ നോക്കൂ. അതിനു മുമ്പ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പം. ഹല്ലേലൂയ. വിടേണ്ടത് എന്ത് ചെയ്യണം, വിട്ടുകളയണം. ഹല്ലേലൂയ. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് കളയണം. വിട്ടാലും വിടാത്ത പാവങ്ങൾ. പണ്ട് ഈ 99 വെള്ളപ്പൊക്കത്തിലാണെന്നാ പറയുന്നത്. അവിടെ ആളുകളെല്ലാം ഇരു കരയിലും നിന്ന് ഈ ഒഴുകി വരുന്ന സാധനം പിടിച്ചോണ്ടിരിക്കുക. ഒഴുകി വരുന്ന സാധനങ്ങൾ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പിടിച്ചോണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ആണ്ട്രോ, ഒരു കരിമ്പടക്കട്ട്, കമ്പിളിയുടെ കെട്ട് ഒഴുകി വരുന്നു. ഇവന് ഇത് കേട്ട പാതി ഇവൻ ചാടി നീന്തി ചെന്ന് ഈ കമ്പിളിക്കെട്ടിൽ പിടിച്ച് തിരിച്ചെന്ത് ചെയ്യുക, തിരിച്ച് നീന്തുക. നീന്തിയിട്ടൊന്നും കരയ്ക്കോട്ട് അടുക്കാൻ നോക്കുന്നില്ല. അപ്പൊ കരയ്ക്ക് ഇന്ന് കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞടാ, കിട്ടുന്നില്ലേ വിട്ടേച്ച് പോരാൻ, കിട്ടുന്നില്ല, നീ അത് വിട്ടേച്ച് പോരാൻ പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞടാ, ഞാൻ വിട്ടിട്ട് ഇതെന്നെ വിടുന്നില്ല. കമ്പിളിക്കെട്ട് എന്നെ എന്ത് ചെയ്യുന്നില്ല. കമ്പിളിക്കെട്ടൊന്നും അല്ലായിരുന്നു, ഒരു കരടിയായിരുന്നു. അതിന്റെ വായിലാകം കൊണ്ട് കയ്യ് വെച്ചത്. കിട്ടിയ പാതി കിട്ടാത്ത പാതി ഈ കരടി കയറി എന്ത് ചെയ്യുന്നറിയാം, ഇവനെ പിടിച്ചിരിക്കുക. ഇവൻ എന്ത് ചെയ്താ അവൻ വിട്ടിട്ടും കരടി വിടുന്നില്ല. ഇതുപോലെ മുറുകെ പറ്റുന്ന പാപങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ഇന്നാളെ ഞാൻ ഒരു ദിവസം പറഞ്ഞ പോലെ ഒരു ശൈലിച്ച എന്ത് ചെയ്യുക, ശൈലിച്ച ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരിച്ച അടിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് എന്ത് ചെയ്തോണം, ദൈവമക്കളെ, വിട്ടതിനെ നമ്മൾ തിരികെ എടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളത് വിട്ടവരാ. ആമേൻ. നമ്മൾ വിശ്വാസത്തിൽ വന്നത്, എന്നാ പിന്നെ നമുക്ക് എവിടെ നിന്നാ മതിയായിരുന്നു. യാക്കോബായും ഓർത്തഡോക്സും മർത്തോമായും CSI കത്തോലിക്കയും മോശമായിട്ടാണ്. നമ്മളതിനേക്കാൾ ഒന്നാം നമ്പര് പള്ളി, ലോകയിട്ട പുരോഹിതന്മാര്, മണമുണ്ട്, മണിയടിയുണ്ട്. ഹല്ലേലൂയ. ഇത് വല്ല പെന്തിക്കോസിലുണ്ടോ? സ്തോത്രം. ഇവിടെ മണവുമില്ല, ഗുണവുമില്ല, മണിയടിയും ഇല്ല, വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. ലോകമിട്ട പുരോഹിതന്മാരില്ല, മധുബായില്ല. ഹല്ലേലൂയ. ആമേൻ. എന്നാലും സ്വന്തം, ഹല്ലേലൂയ, അവർക്ക് അവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നു. ആകാശം മുട്ട നിൽക്കുന്ന പള്ളി, അതിന്റെ മുകളിൽ നിൽക്കുന്ന യേശു, കൈ തിരിച്ചു നിൽക്കുന്ന യേശു ഒക്കെ ഉണ്ട്. ഇതെല്ലാം വിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്തേ? പ്രൈസ് ദി ലോർഡ്. എന്തിനാ പോരുന്നത്? എന്തിനാ? ഈ മാർഗം നല്ലതാണെന്ന് നീ വിശ്വസിച്ചുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ദൈവം വലിയവനെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പെരുന്നാളില്ലാഞ്ഞിട്ടാണോ? ഞങ്ങളുടെയൊക്കെ പള്ളി പെരുന്നാളിന് പല പരിപാടിയായിരുന്നു. അവസാനത്തെ പരിപാടി മുട്ടനടിയാ. പെരുന്നാളിന്റെ അവസാനത്തെ പരിപാടി. ഈ പെരുന്നാളെല്ലാം കഴിഞ്ഞ് ആ വാദ്യമേളവും ചെണ്ടമേളവും ഇതെല്ലാം കഴിഞ്ഞേച്ച് ഒന്നാം നമ്പർ പൊരിഞ്ഞ അടിയായിരുന്നു മൊത്തം. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ അച്ഛനിട്ട് എന്ത് ചെയ്യും, ഇടയ്ക്കെങ്ങാനും കയറിപ്പോയാൽ അച്ഛനിട്ട് എന്ത് ചെയ്യും. എന്റെ ഓർമ്മയിൽ ഞാൻ നോക്കുമ്പോ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഒരു കുരിശ് എന്റെ അപ്പം വെച്ചതാ. രണ്ട് പാർട്ടിയും കൂടെ ഉള്ള വലിയ ഓർത്തഡോക്സും പിന്നെ യാക്കോബായും കൂടെ ഉള്ള ഭയങ്കര ആ പോരിനിടയ്ക്ക് വെച്ചതാ ഒരു കുരിശ്. അപ്പൊ ഞങ്ങളുടെ പറമ്പിന്റെ നടുക്കുകൊണ്ട് അപ്പൻ ആത്മാവ് കയറി അങ്ങ് എന്ത് ചെയ്തു, അവിടെ കൊണ്ട് കുരിശ് വെച്ചു. ഒടുവിൽ വന്നപ്പോ പറമ്പിന്റെ നടുക്ക് കുരിശിരിക്കുക. ഇത് മാറുമോ? അവിടെ കണ്ടൊരു കാഴ്ചയാ. അവിടെ രാസെല്ലാം വന്ന് തിരിച്ചു വിടുന്ന, ഇവിടുന്ന് വെടിക്കെട്ടും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം
ഒരുത്തൻ അച്ഛനെ തടഞ്ഞു നിർത്തിയിരിക്കുക. ഒരു ചോട് ഞാൻ തന്നെ വിടുകയല്ലെന്ന്. ആരാ? ഈ പള്ളിയിലെ പള്ളിയിലെ അംഗമാ. പള്ളിയിലെ അച്ഛന്റെ നേരെ എന്തിരിക്കുക? ഒരു കടാരി ഊരിക്കൊണ്ട് നീക്ക്, എടാ നീ വഴിന്ന് മാറ്. വഴിന്ന് മാറണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാൻ പറയുന്ന പോലെ ചെയ്യണം. എല്ലാവർക്കും പേടിയാ. പിച്ചാത്തി കണ്ടാ വല്ലവരും അടുക്കൂ. കള്ളു കുടിച്ചേച്ച് നിൽക്കുമ്പോ എതിലെയാ പിച്ചാത്തി വരുന്നെന്ന് അറിയാൻ നോക്കുകയില്ല. ഒടുവില് അവിടെ നേരം വെളുപ്പാകാറായപ്പോഴാ അവിടുന്ന് റാസ പോയത്. ഇതൊക്കെ ഞാൻ അവിടെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ഈ ആത്മീയ മാർഗത്തിലേക്ക് വന്നപ്പോൾ അതെല്ലാം അങ്ങ് വിട്ടു. പിന്നെ എന്റെ സഹോദരന്മാര്, ഞാൻ മാത്രമേ ബന്ധുക്കോസിലുള്ളൂ, അവരെല്ലാം ഓരോ പ്രാവശ്യവും നോയമ്പിയുടേക്ക് എന്നെ വന്ന് വിളിക്കും. റാസയുടെ സമയമായി. ഞാൻ പറഞ്ഞു ഇനിയും മേലാൽ എന്നെ വിളിച്ചേക്കരുത്. കാരണം നിങ്ങൾക്കറിയാം, ഞാന് അവിടുന്ന് വിട്ടു പോന്നിട്ട് 43 വർഷമായി. 43 വർഷമായി ഞാന് അങ്ങോട്ട് തിരിഞ്ഞെത്തിയിട്ടില്ല, നോക്കിയിട്ടില്ല. മറ്റേത് എന്റെ പണി എന്താന്ന് ചോദിച്ചാല് ഈ കുരിശുത്തൊട്ടിക്ക് 4 ചുറ്റും മെഴുതിരി കത്തിക്കുക. ഞാൻ മാതാവിന്റെ വലിയൊരു ഭക്തനായിരുന്നു. ഞാൻ ചുറ്റും മെഴുതിരി കത്തിച്ചു ദൂരെ മാറിയത്. വലിയ മെഴുതിരി അല്ല, 25 വയസ്സാരെ ഉണ്ടല്ലോ ഏറ്റവും കുറഞ്ഞത്. കുറെ നേരം നിൽക്കത്തുള്ളൂ. എന്നാലും ഒരു ഒരെണ്ണത്തെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് മറ്റേത് തീർന്നു പോകും. അങ്ങനത്തെ ഏർപ്പാടുള്ള മെഴുതിരി കത്തിച്ച്, നമ്മുടെ വിദ്യാർത്ഥിയല്ലേ, കാശൊന്നുമില്ല, ഉള്ള കാശിന് കൊണ്ട് കത്തിച്ചേച്ച് നോക്കി നിന്നിങ്ങനെ ആരാധിച്ച ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് പേടിയായിരുന്നു ഈ മാതാവിന്റെ നേരെ നോക്കാനായിട്ട്. അതിനിങ്ങനെ പമ്പി നിന്നിട്ട്, അപ്പം ഇങ്ങനെ പമ്പി ഇങ്ങോട്ട് മാറുമ്പോഴും പുള്ളിക്കാരി എന്നെ തന്നെ എന്ത് ചെയ്യുന്നത് നോക്കുന്നു. ഞാൻ വിചാരിക്കും എന്നാ ഇങ്ങോട്ട് മാറാന്ന്. അന്നേരം എന്നെ തന്നെ നോക്കി. അത് ഈ ഫോട്ടോയുടെ പ്രത്യേകതയാ. അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോയുടെ പ്രത്യേകത കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്തുവാ, എന്നെ നോക്കുക എന്ന് ഓർത്ത് ഞാൻ ഇങ്ങോട്ട് മാറും. അപ്പൊ അവർ എന്നെ നോക്കും, ഞാൻ തിരിഞ്ഞ് ഇങ്ങോട്ട് മാറും. അതുകൊണ്ട് ഞാന് പുള്ളിക്കാരുടെ കണ്ണും വെട്ടത്ത് എന്ത് ചെയ്യില്ല, പോകാതെ നിന്ന് തിരികെ എത്തിച്ച് ആമേൻ സായുജ്യം അടഞ്ഞൊരു കാലമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാ ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ചപ്പോൾ ഒരു ഉപദേശിമാരും എന്നോട് പറഞ്ഞില്ല, നീ ഇനി അവിടെ പോകരുത്, വെടിക്കെട്ട് കാണാൻ എന്ത് ചെയ്യരുത്, പോകണ്ട എന്ന് പറഞ്ഞില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് നമ്മൾ വിടേണ്ട കാര്യമാണ്. ഈ വെറും അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ദൈവത്തിനും ദൈവമക്കൾക്കും ചേരാത്ത ഈ കാര്യങ്ങൾ. ഹല്ലേലൂയ. അന്ന് ഒരാൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടതാ. എടാ, സൂര്യൻ ഉദിപ്പിക്കുന്ന ദൈവത്തിന് നിന്റെ മെഴുതിരി പ്രകാശം വേണോ? ഹല്ലേലൂയ. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യൻ ഉദിപ്പിക്കുന്ന ദൈവത്തിന് നമ്മുടെ മെഴുതിരി വെട്ടം വേണ്ട. ഹല്ലേലൂയ. നെഞ്ചു പിളർക്കുന്ന വെട്ടിക്കുന്ന ദൈവത്തിന് നിന്റെ ഹല്ലേലൂയ ഓലപ്പടക്കോ മാലപ്പടക്കത്തിന്റെ ആവശ്യമുണ്ടോ? സ്തോത്രം. അന്നത് വിട്ടതാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ആരാധന സ്വീകരിക്കുന്ന ദൈവമാണ്. തന്റെ ഭക്തന്മാരുടെ വായിൽ നിന്ന് വരുന്ന സ്തുതിയും സ്തോത്രവും അവന് സുഗ്രാഹ്യ യാഗമായി അംഗീകരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്. അതുകൊണ്ട് നമ്മൾ ഈ ആരാധനയെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ പറയല്ലോ സ്തോത്രം പറയണേ, ഇത് അറിയാതെ നമ്മളത് പറഞ്ഞു പോകും. ഇത് ആരെങ്കിലും കൂലി തന്നിട്ട് പറയുന്നതാണോ? ഇവിടുന്ന് പോകാൻ നേരം പാർട്ടി ഒരു 500 രൂപ എന്നൊക്കെ സ്തോത്രം പറയുകയാണെങ്കിൽ അത് പറഞ്ഞാണ് ആരെങ്കിലും ഇവിടെ വന്നത്? അല്ല. ഹല്ലേലൂയ. നമ്മളെ രക്ഷിച്ച കർത്താവിന്റെ ഹല്ലേലൂയ കരം ഓർക്കുമ്പോൾ, നമ്മുടെ ദൈവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, ഇന്ന് പകലിലും എന്നെ കാത്ത ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തവരെ, ഹല്ലേലൂയ, എന്റെ കുടുംബത്തെ രക്ഷിച്ച ദൈവമേ, എന്നെ അന്ധകാരത്തിന് വിടുവിച്ച കർത്താവേ, എനിക്ക് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇത് അകത്ത് വരുമ്പോഴാ ഹല്ലേലൂയ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വീട്ടിൽ വേലയ്ക്ക് നിന്ന് ഒരു വേലക്കാരൻ പയ്യൻ, ആ വീട്ടുകാരൻ അവനോട് പറഞ്ഞു, ഇവന് വല്ലാത്തൊരു അസുഖമുണ്ട്, ഒച്ചത്തില് ഹല്ലേലൂയ പറഞ്ഞു കളി. ഒരു പാവപ്പെട്ട ചെറുക്കനാ. ഇവന് ഈ ഒച്ചത്തില് ഹല്ലേലൂയ പറയുന്നതുകൊണ്ട് വിശിഷ്ട അതിഥികൾ വീട്ടിൽ വരുന്നത് കൊണ്ട് വീട്ടുകാരൻ പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യണം, നീ അവിടോട്ടൊന്നും വന്നേക്കരുത്. അതുകൊണ്ട് ഇവന്റെ ഒരു വേദോത്സവമൊക്കെ ഇരിപ്പുണ്ട്. ഇവൻ ആ വേദോത്സവം ഇടയ്ക്കിടയ്ക്ക് വായിക്കും. വായിച്ച ഹല്ലേലൂയ പറയുന്നത് വീട്ടിലെ അച്ചായനറിയാം. പല പ്രാവശ്യം ഇവനെ പറഞ്ഞു വിടണമെന്ന് ഓർത്തതാ. പക്ഷേ ഇവന്റെ ആ ആത്മാർത്ഥമായ പണി കണ്ടിട്ട് പറഞ്ഞു വിട്ടാൽ ഇതുപോലെ ഒരുത്തനെ കിട്ടുകയില്ല. അതുകൊണ്ട് അവനെ തന്നെ നിർത്തി. നീ ഒരു കാര്യം ചെയ്യാം, അങ്ങ് കച്ചിപ്പറ പോയിരുന്നു,
നീ ഇവിടെങ്കിലും എന്ത് ചെയ്യണ്ട, നീ ഇവിടെങ്കിലും നിൽക്കണ്ട, നിന്റെ പണിയെല്ലാം തീർത്ത് വെച്ച് നീ പെട്ടെന്ന് പോകണം, അവിടെ കച്ചിപ്പുരയിൽ പോയി ഇരുന്നോണം. പുള്ളിക്കാരന് ഒരു കാര്യം ചെയ്യും, ഭൂമിശാസ്ത്രത്തിന്റെ ആ ബുക്ക് കൂടെ എടുത്ത് കൊടുത്തു. നീ ബൈബിൾ ഇന്ന് കൊണ്ടുപോകണ്ട, ബൈബിൾ നീ ഇന്ന് കൊണ്ടുപോകണ്ട, ബൈബിൾ ഇവിടെ വെച്ചേരെ. ബൈബിൾ കൊണ്ടുപോയാൽ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് നീ അതിവിടെ വെച്ചേച്ച് പോകാൻ പറഞ്ഞു. ഭൂമിശാസ്ത്രം കൊടുത്ത് അവനെ കച്ചിപ്പരയിൽ ഇരുന്നിരിക്കുമ്പോൾ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒച്ചത്തിൽ ഹല്ലേലൂയ എന്നൊരു ശബ്ദം. ദൈവമേ, കുഴപ്പമായില്ല. അവര് വരുന്ന സമയത്ത് ഇവൻ അലറുകയെന്ന് ഓർത്ത് ഇയാൾ ഓടിച്ചു. എന്താ ഇവിടെ കിടന്നെന്തി എന്ന്. നീ ഇപ്പോഴെന്തിനാ, ബൈബിളൊന്നും ഇല്ലല്ലോ, ഇപ്പോഴെന്തിനാല്ലോ. അയ്യോ എന്റെ തമ്പുരാനെ, ആ പസഫിക് മഹാസമുദ്രത്തിന്റെ ആഴം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓ, പസഫിക് മഹാസമുദ്രത്തിന്റെ ആഴത്തെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ എന്റെ പാപം, എന്റെ ദൈവം ഇതിനേക്കാൾ ആഴത്തിലേക്ക് തള്ളിക്കളഞ്ഞല്ലോ എന്നോർത്തപ്പോൾ ഞാൻ അറിയാതെ ഹല്ലേലൂയ പറഞ്ഞു പോയതാ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനിച്ചാൽ എവിടെ ഇരുന്നാലും പറയും, പ്രത്യേകിച്ച് കാത്തിരിപ്പിയോ ഒന്നും വേണ്ട. വീണ്ടും ജനിച്ചവന് കാത്തിരിപ്പിയോ വേണോ? നടത്തുന്ന നല്ലതാ. സ്വതന്ത്രം. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവൻ അവൻ എവിടെ ഇരുന്നാലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ആശുപത്രി ചെന്നാലും ആദ്യം എന്ത് ചെയ്യാന്നറിയാമോ? ആദ്യം അറിയാതെ പറഞ്ഞു സ്തോത്രം ഒന്ന്. അവൻ രോഗികൾ നടക്കെ ചെല്ലുമ്പോഴും അറിയാതെ പറഞ്ഞു സ്തോത്രം ഒന്ന്. ഹല്ലേലൂയ. പ്രതിസന്ധി വരുമ്പോൾ നിന്റെ അകത്തുള്ള ദൈവാത്മാവിന്റെ പ്രവൃത്തിയാൽ അവൻ ആദ്യം വായി വരുന്ന എന്തോന്നറിയാമോ? സ്തോത്രമാണ് വരുന്നത്. സ്തോത്രം പറയുന്ന ഒരുപാട് നേഴ്സുമാരെ എനിക്കറിയാം. ആദ്യം എന്താ വരത്തുള്ളു? സ്തോത്രമേ വരത്തുള്ളു. ഹല്ലേലൂയ. എന്നാൽ ചിലരൊക്കെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നറിയാമോ? അയ്യോ, ഈ മുതുകനെ അടങ്ങിടക്കാൻ മേലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? അങ്ങനെ പറയുന്നവര് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് തന്ന വിടുതലോർത്ത് ആമേൻ ഇന്ന് രാത്രി നമ്മൾ ദൈവത്തെ മൗനപ്പെടുത്തണം. എന്റെ ദൈവമേ, നീ എന്നെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചു, പാപത്തിൽ നിന്ന് വിടുവിച്ചു, അന്യായ ആരാധനയിൽ നിന്ന് വിടുവിച്ചു, പാരമ്പര്യത്തിൽ എന്നെ വിടുവിച്ചു. ഇത് ഓർത്ത് നമ്മൾ സ്വത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ വിട്ട് പോന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ ദൈവം പറയുന്നു, അവൻ അവർ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നു. വിട്ടുപോകുന്നതിന് സ്തോത്രം. വിട്ടുപോകുന്നതിനെ എന്ത് ചെയ്യരുത്? പിമ്പിലുള്ളതിനെ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി, വലിയൊരു പ്രശ്നമാണ്. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ അവിടുത്തെ മൂപ്പന്മാരിൽ ഒരാൾ പറഞ്ഞു, എന്റെ പേര് മണനാട്ടുപള്ളിയിൽ നിന്ന് വെട്ടിയിട്ടില്ല, എന്റെ പേര് മണനാട്ടുപള്ളിയിൽ നിന്ന് എന്റെ പേരെന്ത് ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ? സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകുന്നാ പറഞ്ഞെന്റെ. ഹല്ലേലൂയ. ഇതകത്ത് കിടക്കുന്നിടത്തോളം കാലം രക്ഷപ്പെടുകയില്ല. പള്ളി ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങണം. കർത്താവ് നമ്മുടെ മനസ്സിൽ കയറണം. ഹല്ലേലൂയ. ആമേൻ. ദേവാലയത്തെക്കാൾ വലിയവൻ, യോനായേക്കാൾ വലിയവൻ, സകലത്തെക്കാളും വലിയവനായ ദൈവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഇവനെയാ നമ്മൾ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്ന. ആരെയാ? ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. അങ്ങനെ ഉണ്ടോ? ഹല്ലേലൂയ. വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, അവൻ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്ന ഏതെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഒന്നുകിൽ ആനപ്പുറത്ത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും തോളത്ത്. ഈ ബുദ്ധിഹീനന്മാർ ഇതിനെ ചോദിച്ചുകൊണ്ട് പോകേണ്ട കാര്യമല്ലോ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ ആമേൻ ആരാധിപ്പാൻ ദൈവം നമ്മെ വിളിച്ചതിനായി സ്തോത്രം. നമ്മൾ വെറുതെ ഇറങ്ങിയതല്ല. ഹല്ലേലൂയ. നമ്മൾ വെറുതെ വിട്ടതല്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ വിളിച്ച ദൈവം, വിശ്വസ്തനായ ദൈവം, സകലത്തെക്കാളും, സകല ലോകത്തെക്കാളും, സകല സമ്പത്തിനേക്കാളും, എല്ലാത്തിനേക്കാളും വലിയവൻ. ഞാനും
നിങ്ങൾ സേവിക്കുന്ന ദൈവമാ. വിളിച്ച വിളി കേൾക്കുന്നവൻ. ഇത് വയ്യോളം ഒരു ഭക്തൻ ചെന്ന് അവിടെ നിന്ന് നിലവിളിക്കാന്ന് വിചാരിക്കുക. ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കുമോ? ഇല്ല. ഹല്ലേലൂയ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെന്നും പറഞ്ഞ് ആമേൻ ആ കവികൾ പാടിയിട്ടുണ്ട്. കണ്ണു തുറക്കാത്തവൻ, ഹല്ലേലൂയ, ചെവി കേൾക്കാത്തവൻ. പക്ഷെ നീ ഒന്ന് ഞരങ്ങുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, നിന്റെ ഞരക്കത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഓ, നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ദൈവം. നിന്റെ വേദന അന്നേരം ആമേൻ, ഹല്ലേലൂയ, ആമേൻ അനുഭവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രതിസന്ധിയിലാവുമ്പോൾ അന്നേരം അവിടെ വരുന്ന ഒരു കൂട്ടം ആമേൻ അദൃശ്യ സേനകളുണ്ട്. നീ വീഴുമ്പോൾ, നീ പ്രയാസപ്പെടുമ്പോൾ, നിനക്ക് രോഗം വരുമ്പോൾ നിന്നെ താങ്ങുന്ന സേവകാത്മാക്കൾ. ഹല്ലേലൂയ. ദൈവമക്കളെ മനസ്സിലാക്കണം. എബ്രായ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ദൂതന്മാർ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാ. ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും ഹല്ലേലൂയ ഒരു ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി കാവലിന് അയച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, അവന്റെ ഹല്ലേലൂയ ദൂതന്മാരുടെ സംഘം തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി. ഹല്ലേലൂയ. അപ്പൊ ചില്ലറ സഹായമാണോ നമുക്ക് കിട്ടുന്നത്? ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പ്രൊട്ടക്ഷൻ തരുവാൻ ഹല്ലേലൂയ ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്ക്. അവിടെ പെട്ടെന്ന് ഇറങ്ങി വന്ന ദൂതൻ. സ്തോത്രം. അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ എവിടാന്നറിയാമോ? ജയിലിനകത്ത്, കാരാഗൃഹത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൂതന്മാരെ അവിടെ അയച്ചു ദൈവം. നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് നമുക്ക് തോന്നുന്ന ഇടത്ത്, നമുക്ക് ഇവിടെ നിന്ന് പൂട്ട് തകർത്ത് വെളിയിൽ വരാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്ന ഇടത്ത് ദൈവം തന്റെ ദൂതനെ അയച്ച് നമ്മെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുക മാത്രമല്ല, പത്രോസ് അപ്പോസ്തലനെ അവിടെ നിന്ന് ആ ഗേറ്റ് എല്ലാം തുറന്ന് എല്ലാം താനെ തുറന്ന് ആമേൻ ആ വെളിയിൽ കൊണ്ടുവന്നിട്ട് അവനെ സ്വതന്ത്രനാക്കി വിട്ടയച്ചെങ്കിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരുപാട് കാര്യങ്ങൾ ദൈവ ദൂതന്മാർ തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച കാര്യങ്ങൾ ഈ വചനത്തിലുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് പറഞ്ഞ് വന്ന സമയത്ത് ഞാനത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്കുള്ള പ്രൊട്ടക്ഷൻ ദൈവമക്കളെ. നമ്മൾ ആരാന്നറിയാം ഇവിടെ ഇരിക്കുന്നവര്? അയ്യോ, ഞാന് ഒരു പാവപ്പെട്ട വിശ്വാസി. സ്തോത്രം. നമ്മൾ ഞായറാഴ്ച സാക്ഷി പറയാൻ കേൾക്കുമ്പോഴേ അറിയാം. ഈ ആഴ്ച മുഴുവൻ പണ്ട് സായിപ്പ് നമ്മുടെ സമാജത്തിന് വന്നു. വെളിയിൽ നിന്ന് ഒരു സഭയിൽ ചെന്നപ്പം സായിപ്പ് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുക. എല്ലാം മലയാളത്തിലാ, ഇംഗ്ലീഷൊന്നുമല്ല, മലയാളത്തില്. അപ്പൊ ഒടുവിൽ സായിപ്പ് ഉദർജിയോട് ചോദിച്ചു, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കാഷ്ടം പ്രയാസം? അപ്പൊ പറഞ്ഞവരല്ല ഈ കാഷ്ടവും പ്രയാസവും എന്ത് ചെയ്തു? കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദൈവമക്കളെ വളരെ കഷ്ടവും പ്രയാസത്തിലുമായിരുന്നു. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ എഴുന്നേറ്റ് ഇവിടം വരെ വന്നേ ഉള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും എന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അപ്പൊ നമ്മുടെ നിലനിൽപ്പെല്ലാം അപകടത്തിലായി. കഴിഞ്ഞ ആഴ്ചക്കാലം മുഴുവൻ ഇതായിരുന്നു. അപ്പൊ സായിപ്പ് നോക്കിയപ്പോ എഴുന്നേറ്റാറ് പറയുന്നെന്തുവാ? കഷ്ടവും പ്രയാസവും. ഇപ്പൊ സായിപ്പിന് ഈ കഷ്ടം എന്ന് പറയാനായിട്ട് അറിയത്തില്ല. തമിഴന്മാർക്ക് വ്യാഴം എന്ന് പറയാൻ അറിയത്തില്ല. വാളാളിച്ചെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ. അതിനാണല്ലോ അവര് പറയുന്നത് വാളപ്പളം. തമിഴ്നാട്ടിലോട്ട് ചെന്നാൽ കഴിഞ്ഞാൽ മുഴുവൻ വണ്ടിയുടെ ആളുകൾ എന്ന് വെച്ചാൽ വാളപ്പളം എന്ന് പറയും. നമ്മൾ കേട്ടതാണ്.
ഹല്ലേലൂയ എന്ന് പറഞ്ഞാല് ആ സായിപ്പിന് ഇത് പിടികിട്ടിയില്ല. അപ്പോഴാണ് മനസ്സിലായത് മൊത്തം ആളുകൾ എഴുന്നേറ്റ് എന്ത് ചെയ്യുക. കഴിഞ്ഞ ആഴ്ചത്തെ ദൈവം നമുക്ക് വിടുതൽ തന്നതിന്റെ സാക്ഷ്യം പറ. കഴിഞ്ഞ ആഴ്ച ദൈവം എനിക്ക് നല്ലവനായിരുന്നു. ഞാൻ വീണെങ്കിലും ദൈവം എന്നെ താങ്ങി. ഞാൻ രോഗത്തിന്റെ അവസ്ഥയിലായിരുന്നെങ്കിലും എന്റെ ദൈവം എനിക്ക് സൗഖ്യം നൽകി. Praise the Lord. ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാ, ദൈവമൊക്കെ ജീവിക്കും. ഹല്ലേലൂയ. മറ്റേ ഈ തളർത്തുന്ന സാക്ഷി എല്ലാം കൂടെ പറഞ്ഞ് നിലനിൽപ്പും അവിടത്തിലാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഉള്ള വിശ്വാസം കൂടെ എന്ത് ചെയ്യുന്നില്ല, തണുത്തുറഞ്ഞു പോകും. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. ഈ വിശ്വാസ പോർക്കളത്തിൽ ഓടുന്ന ദൈവമക്കളെ നമുക്ക് നല്ല ഉഷാറായിട്ട് ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എങ്ങനെയാണ്? വിലവിധേന എന്ത് ചെയ്യണോ? അല്ല, ഒരു തരത്തിൽ അവിടെ കുത്തിയിരുന്ന് വെച്ച് ബിസിലടി കേട്ട് അല്ലെങ്കിൽ വെടി കേട്ട് കഴിയുമ്പോഴത്തേക്ക് മറ്റെല്ലാം ഓടി കഴിയുമ്പോ പുറകെ ഓടുകയാണോ? ഹല്ലേലൂയ. യുദ്ധക്കളത്തില് ഞാൻ ആർമിയിലെ ക്യാമ്പിലൊക്കെ യോഗം നടത്താൻ പോയിട്ടുണ്ട്. കാശ്മീരിലും പഞ്ചാബിലും ഒക്കെ ആർമി ക്യാമ്പുകളിൽ നമ്മുടെ വിശ്വാസികൾ അതിനിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഈ പട്ടാളക്കാരുടെ പീറ്റിയും അവരുടെ പരിപാടിയൊക്കെ ഞാനിങ്ങനെ സാവൂതം വീക്ഷിക്കും. അവര് നല്ല രാവിലെ എഴുന്നേറ്റാണല്ലോ നടക്കുന്നെന്നും പറഞ്ഞ് പുറപ്പൊക്കെ പുറച്ചോട്ട് വരച്ചോണ്ടിരിക്കുന്ന ഒരുത്തനെ എന്ത് ചെയ്യല, അവനെ അവിടെ നിർത്തുകയല്ല, അവനെ കൊള്ളുകയല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെ നിൽക്കുന്നറിയാമോ? ആത്മീയ പോർക്കളത്തിലാ. നല്ല ഉഷാറായിട്ട് നിൽക്കണം. തോക്കുമൊക്കെ കയ്യിലെടുത്ത് ഹല്ലേലൂയ. ഇന്ന് തോക്ക് വേണ്ടെന്നും പറഞ്ഞ് ആരെങ്കിലും എടുത്ത് പോവും. എല്ലാ ദിവസവും ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവന്റെ തോക്ക് എണ്ണയിട്ട് നല്ല സൂപ്പർ ആയിരിക്കണം. ഒരു ബട്ടൺസ് ഇടാതെ വല്ലതും അവിടെ നിൽക്കുകയാണെങ്കിൽ അവനെ അന്ന് ഓഫീസർ എന്ത് ചെയ്യും? കണിശമായിട്ട് പിടിച്ച് അവന് പണിഷ്മെന്റ് കൊടുക്കും. എല്ലാം എന്ത് സിസ്റ്റമാറ്റിക് എന്നറിയാമോ? ഹല്ലേലൂയ. ഇതുപോലെ ഒരു ആത്മീയ യുദ്ധക്കളത്തിൽ നമ്മൾ പോരാടുന്ന ആരുമായിട്ടാണെന്നറിയാമോ? വേദവസം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും പോരാടുവാൻ സജ്ജരായിരിക്കുന്ന ദൈവമക്കൾ. ഒരു സ്വോത്രം പോലും പറയാതിരുന്ന പിയായി പോകും. പിയായി വട്ടം വിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഉണക്കമീൻ്റെ അടുക്ക പൂച്ച അടുക്കുന്നവർ എന്ത് ചെയ്യുന്നറിയാമോ? പമ്മി എല്ലാരും കൂടെ കൂടി നിന്റെ പിന്നെ സമീപത്ത് അങ്ങ് ഇരിക്കും. പോകില്ല. പണ്ടൊരു സ്ഥലത്തൂടെ ഒരു ദൈവദാസം പോകുമ്പോ ഒരു സഭാകോളി ഭയങ്കര ആരാധനയാണ്. അപ്പൊ പുള്ളിക്കാരൻ ശ്രദ്ധിച്ചു. ഒരു സാങ്കല്പികമായിരിക്കാം. പിശാചുക്കളെല്ലാം വെളിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, കൊട്ടിപ്പിശാച് ഇങ്ങനെ എത്തി നോക്കി നിൽക്കുക. എല്ലാം വെളിയിൽ നിന്ന് നോക്കുക, എവിടെങ്കിലും പഴുതുണ്ടോ എന്ന് അറിയാനായിട്ട്. അവിടെ നല്ല പൊരിഞ്ഞ ആരാധനയാണ്. ആരും അലക്ഷ്യമായിട്ടിരിക്കുന്ന എല്ലാവരും ആത്മാവിൽ അങ്ങനെ നിറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറെ ദൂരം മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒച്ച കോളിയൊന്നുമില്ല.